ട്രെയിനിൽ ഒരു അങ്ങനത്തെ പല പല കാഴ്ചകളാണ് കാണാൻ പറ്റും. ഇങ്ങനെ സൂര്യകാന്തി ഉണ്ടായിരിക്കുന്നത്. സൂര്യകാന്തി ഉണ്ടായിട്ട് നിങ്ങൾക്ക് കാട്ടി തരാൻ അങ്ങനെ ട്രെയിലൊരു മന കുറേ നല്ല കാഴ്ചകളാണ്. സൂര്യകാന്തി സാധനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ കുറേ നേരം പ്രൈവറ്റീസ്, കുറേ നേരം വിശക്കുന്നുണ്ട്, കുറേ നേരം സങ്കടങ്ങൾ, കുറേ പേര് എങ്ങനെ ജീവിക്കാമെന്നൊക്കെ കാണാം. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം ഫുഡില്ലാണ്ടത് എങ്ങനെ സ്ട്രഗിൾ ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് 2 ദിവസം ഫുഡില്ലാണ്ട് നിൽക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അത്ര അപ്പോൾ ഇത്ര നാളൊക്കെ ഫുഡ് കഴിക്കാണ്ട് നിൽക്കണവരുടെയൊക്കെ അവസ്ഥ നമുക്ക് അതൊക്കെ ആദ്യം ചിന്തിക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഓരോ അനുഭവങ്ങളാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ പല പല അനുഭവങ്ങൾ കിട്ടും. എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ നല്ലതായാലും ചീത്തയായാലും അങ്ങനെയൊക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ വാഷ്റൂമാണ്. അത് ഇന്ത്യൻ റെയിൽവേയിലെ കാര്യമാണ്. എന്ന് വെച്ചാൽ മിക്ക സ്ഥലത്ത് വാഷ്റൂമുകൾ ഭയങ്കര ശോഭയായിരിക്കും. എന്ന് വെച്ചാൽ പക്ഷേ ഇന്ന് ഞങ്ങൾ ട്രെയിനിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം അവർ നല്ല രീതിയിൽ തന്നെ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ഈസിയിലായി കാണാണ്ട് ജനറലൊന്നും കയറാനേ പറ്റിയിരിക്കില്ല. കാരണം അത്ര തന്നെ സീനായിരുന്നു. നല്ല തിരക്കാറ് തന്നെ കണ്ടപ്പോൾ തന്നെ. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും നമുക്ക്. ഓരോരോ യാത്രകളിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. യെസ്, അതേപോലെ ഇങ്ങനത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് ഞാൻ പറയാം. എന്ന് വെച്ചാൽ പല പല കാഴ്ചകൾ ഞാൻ ഈ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഇതൊക്കെ കൂടി ഞാൻ ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ.